അപ്പൊ വെറ്റിനറിയുടെ കട്ട് ഓഫും കൂടി നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ കാറ്റഗറിയുടെ ആയുർവേദ ക്ലോസിംഗ് റാങ്ക് 10,169 ആണ്. ഓപ്പൺ കാറ്റഗറി 3,760, ഈഴവ 4,719. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സാധ്യത നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു റാങ്കിന്റെ വ്യത്യാസം മാത്രമാണ്. 13,084 റാങ്കിനാണ് ഗവൺമെന്റ് ഹോമിയോ സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ഹായ് എവരിവൺ, ദിസ് ഇസ് ഏഞ്ചൽ ഫ്രം ആർക്കെനെക്സ്. സോ മക്കളെ, നിങ്ങൾ കണ്ടു നമ്മുടെ കേരളത്തിന്റെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ആദ്യ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആയുർവേദത്തിന്റെയും സിദ്ധയുടെയും ഹോമിയോപ്പതിയുടെയും ഒക്കെ നിങ്ങളുടെ സാധ്യതകൾ ഈ ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പോകുന്നത്. എനിക്ക് ഈ വർഷം തന്നെ കിട്ടുമോ, ഞാൻ റിപ്പീറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ജസ്റ്റ് നമുക്കൊരു ഐഡിയാസ് ഈ ഒരു അലോട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് കേരളയുടെ MBBSന്റെയും BDSന്റെയും സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ കൺഫർമേഷൻ. മിസ് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് വരെ ഓപ്ഷൻ കൺഫർമേഷൻ വന്നിട്ടില്ല. അത് ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏത് നിമിഷവും വരാം, വന്നാൽ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ ആരും വിഷമിക്കേണ്ട, ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു സെക്കൻഡ് വരെ സിയുടെ വെബ്സൈറ്റിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ കൺഫർമേഷൻ MBBSന്റെയും BDSന്റെയും വന്നിട്ടില്ല. അതേപോലെ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ആണ്. ഇത് തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ. ഇതിൽ കിട്ടിയ ആളുകൾക്ക് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിലും കിട്ടുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് വന്നതിന് ശേഷം കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പ്രൊവിഷണൽ വെച്ചിട്ട് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ്. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം നമ്മൾ ഹോമിയോപ്പതി നോക്കുകയാണ്. ഹോമിയോപ്പതി നോക്കുന്നുണ്ട്, ആയുർവേദം നോക്കുന്നുണ്ട്, സിദ്ധ നോക്കുന്നുണ്ട്, യുനാനി നോക്കുന്നുണ്ട്, വെറ്റിനറി നോക്കുന്നുണ്ട്. ബാക്കി എല്ലാ കോഴ്സുകളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. യെസ്, ഇതിനൊരു ഹ്യൂജ് ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ചെയ്തു തരാം എന്ന് തോന്നിയത്. യെസ്, അപ്പൊ നമുക്ക് ആദ്യം ഹോമിയോപ്പതി നോക്കാം. ഇപ്പൊ വന്നിരിക്കുന്ന ആദ്യ അലോട്ട്മെന്റ് അനുസരിച്ച് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 13,084. സോ 13,084 ഓപ്പൺ കാറ്റഗറിയിൽ അവസാനമായിട്ട് ഹോമിയോയ്ക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഈഴവയിൽ 14,631, മുസ്ലിം കാറ്റഗറിയിൽ 14,042, LA കാറ്റഗറിയിൽ 20,227, DV കാറ്റഗറിയിൽ 25,821, VK കാറ്റഗറിയിൽ 14,440, ബാക്ക്വേർഡ് ഹിന്ദുവിൽ 16,526, KN കാറ്റഗറിയിൽ 26,015, SC കാറ്റഗറിയിൽ 24,502, ST കാറ്റഗറിയിൽ 38,625, EW കാറ്റഗറിയിൽ 21,908 ഗവൺമെന്റ് ഹോമിയോ സീറ്റ് ആദ്യ അലോട്ട്മെന്റിൽ തന്നെ ലഭിച്ചു. ഓക്കെ, യെസ്. ഇനി നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സാധ്യതയൊന്നും അറിയണം അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നമുക്ക് നോക്കാം. ഈ വർഷം ഓപ്പൺ കാറ്റഗറിയിൽ 13,084 കിട്ടിയത് അവസാനമായിട്ട്. പക്ഷെ കഴിഞ്ഞ വർഷം 15,269 തന്നെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചിരുന്നു മക്കളെ. അപ്പോൾ 15,269 ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചത്. സെക്കൻഡ് അലോട്ട്മെന്റ് 16,539 വരെ കിട്ടി. അതായത് ഏകദേശം ഒരു 1000 റാങ്കിന്റെ ഡിഫറൻസിലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചത്. ചില കാറ്റഗറിയിൽ സെയിം തന്നെ ആയിരിക്കും, ചിലതിലാണ് ഒരു 1000 വ്യത്യാസം വരിക, ചിലതിൽ ഒരു 500 റാങ്ക് കൂടിയവർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പൊ കഴിഞ്ഞ വർഷം ഈഴവ കാറ്റഗറിയിൽ 17,025 വരെ കിട്ടിയിരുന്നു ആദ്യ അലോട്ട്മെന്റ്. രണ്ടാമത്തെ അലോട്ട്മെന്റ് 17,560 വരെയാണ് കിട്ടിയത്. അതായത് ഒരു 500 റാങ്കിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് സെക്കൻഡ് കിട്ടിയത്. ആദ്യം 17,025 ആണെങ്കിൽ രണ്ടാമത്തതിന് 17,500 റാങ്കിന്റെ വ്യത്യാസം അവിടെ വന്നിട്ടുള്ളൂ. യെസ്, അതേപോലെ മുസ്ലിം കാറ്റഗറിയിൽ 17,541 ആദ്യ അലോട്ട്മെന്റ് കിട്ടിയത്. 17,739 രണ്ടാമത്തെ അലോട്ട്മെന്റ് കിട്ടിയത്. അവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു 200 റാങ്ക് കൂടിയ ആൾക്കാർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് സെക്കൻഡിൽ. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു ഒരു +200 റാങ്കിന്. ഫസ്റ്റ് അലോട്ട്മെന്റ് +200 റാങ്കിനാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചത്. അപ്പോൾ ഒരു 1000 റാങ്കിനുള്ളിൽ തന്നെയാണ് വരാൻ സാധ്യത. ചില കാറ്റഗറിയിൽ വേരി ചെയ്യും, ചില കോളേജിൽ വേരി ചെയ്യും. ചില കോളേജിൽ ഇപ്പോൾ ഒരു 1000 റാങ്ക് മുന്നോട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. LA കാറ്റഗറി കഴിഞ്ഞ വർഷം ആദ്യ അലോട്ട്മെന്റ് 21,192 കിട്ടിയപ്പോൾ ഇത്തവണ രണ്ടാമത്തെ അലോട്ട്മെന്റ് 21,372. അതായത് 200 റാങ്ക് തികച്ചില്ല, ഒരു 180 റാങ്കിന്റെ വ്യത്യാസമാണ് രണ്ട് അലോട്ട്മെന്റിലും കിട്ടിയത്. ഞാൻ ഇപ്പൊ പറയുന്നത് 2024 ഫസ്റ്റ് അലോട്ട്മെന്റ് ആണിത്.
ഓക്കെ, 2024 തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ആണിത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഏകദേശം ഇതേ ഒരു റേഞ്ചിലായിരിക്കാം രണ്ടാം അലോട്ട്മെന്റ് വരിക. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ഈ വർഷത്തെ കട്ട് ഓഫ് നമ്മൾ കണ്ടു. ഇതാണ് ഓരോ കോളേജിലെയും കട്ട് ഓഫ് റാങ്ക് വന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ 2 അലോട്ട്മെന്റുകൾ ഒന്ന് കമ്പയർ ചെയ്യാം. അതേപോലെ ബാക്ക്വേർഡ് ഹിന്ദു 20,256 ആദ്യ അലോട്ട്മെന്റ് കഴിഞ്ഞ വർഷം കിട്ടിയത്. രണ്ടാമത് വന്നപ്പോൾ 21,669. അതും ഏകദേശം 1000 റാങ്കിന്റെ ഡിഫറൻസ്, 1000 റാങ്ക് മുന്നോട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടി. കഴിഞ്ഞ വർഷം 29,363 DVയിൽ കിട്ടിയപ്പോൾ 29,642 സെക്കൻഡിൽ കിട്ടിയത്. 29,600 300, ഒരു 300 റാങ്ക് തികച്ചില്ല. 300 റാങ്കിന്റെ ഡിഫറൻസിലാണ് മുന്നോട്ട് കിട്ടിയത്. അതായത് വലിയൊരു വ്യത്യാസം ചിലപ്പോൾ നമ്മൾക്ക് വരണം എന്നില്ല റാങ്കിൽ. ഗവൺമെന്റ് സീറ്റാണ്, മിക്ക ആളുകളും ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ അവർക്ക് ഓൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ MBBS-ഓ BDS-ഓ ഒക്കെ കിട്ടിയാൽ മാറാനുള്ള ഒരു പോസിബിലിറ്റി മാത്രമാണുള്ളത്. വലിയ സാധ്യതകൾ പറയാനായിട്ട് പറ്റില്ല, എന്നാൽ കിട്ടത്തില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. കുറെയൊക്കെ നമുക്ക് ലക്കും കാര്യങ്ങളും ഒക്കെ അതിൽ ഫേവർ ചെയ്യും. യെസ്, ഓക്കെ. VK കാറ്റഗറി കഴിഞ്ഞ വർഷം ആദ്യ അലോട്ട്മെന്റ് 18,038 കിട്ടി. രണ്ടാം അലോട്ട്മെന്റ് 19,838 വരെ കിട്ടി. അതായത് ഏകദേശം ഒരു 1,800 റാങ്ക് മുന്നിലേക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, BX നോക്കുകയാണെങ്കിൽ 17,536 BX-ന്റെ ആദ്യ അലോട്ട്മെന്റ്. 18,745 രണ്ടാമത്തെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1000 റാങ്കിന്റെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. യെസ്, KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ 34,911 ആദ്യ അലോട്ട്മെന്റ്. 37,000, അതായത് ഏകദേശം ഒരു 3000 റാങ്ക് മുന്നിലേക്ക് കിട്ടിയിട്ടുണ്ട് ഈ കാറ്റഗറിയിൽ. ആദ്യ അലോട്ട്മെന്റിൽ കിട്ടിയതിലും 3000 റാങ്ക് കൂടി കുറഞ്ഞ ആൾക്കാർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. യെസ്, അടുത്തത് SC കാറ്റഗറിയാണ്. SC 25,485 ആദ്യ അലോട്ട്മെന്റ്. 26,614. അതേപോലെ ST കാറ്റഗറി 28,776 സെക്കൻഡിൽ വന്നപ്പോൾ അതേ റാങ്കിന് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചത്. മുന്നോട്ടൊന്നും കൂടി കിട്ടിയിട്ടില്ല. EW നോക്കുകയാണെങ്കിൽ 24,141 ആദ്യ അലോട്ട്മെന്റ്. 24,268, വെറും 100 റാങ്കിന്റെ വ്യത്യാസം. അപ്പോൾ മക്കളെ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 മുതൽ 1000 വരെയാണ് ഏകദേശം വേരി ചെയ്തിരിക്കുന്നത് അല്ലേ. 100 റാങ്കും അതേപോലെ ചിലയിടത്ത് 300 ചിലർക്ക് 500 കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ചില ഒരു കാറ്റഗറിക്ക് മാത്രമാണ് നമ്മളൊരു 3000 കണ്ടത്. ബാക്കി എല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 100നും 1000നും ഇടയിൽ മാത്രമാണ് സാധ്യതകൾ. അതായത് ഇത്തവണ ഒരു 17,000 കിട്ടിയതെങ്കിൽ ഏകദേശം 18,000 വരെയാണ് കിട്ടാൻ സാധ്യത വരുന്നത്. കൃത്യമായിട്ട് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു കോളേജിൽ ആ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് വെച്ചിട്ടാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളുടെ കിട്ടാത്ത ആളുകളുടെ സാധ്യതകൾ വരുന്നത് അല്ലെ. ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടി, ആ കുട്ടി ആ കോളേജിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് അത് വേക്കൻസി വരും. എല്ലാ സീറ്റിലും എല്ലാവരും ജോയിൻ ചെയ്താലോ അടുത്ത റൗണ്ടിലേക്ക് വേക്കൻസി ഇല്ല. പക്ഷെ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ഉണ്ട്, വെറ്റിനറിയുടെ വേറെ അലോട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്, ആയുഷിന്റെ അലോട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറെ ആളുകൾ ജോയിൻ ചെയ്യാതിരിക്കാനും അപ്ഗ്രഡേഷനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും സാധ്യത ഇല്ല എന്ന് കരുതരുത്, ഓവർ എക്സ്പെക്ടേഷനും പാടില്ല. യെസ്, ഓക്കെ. ആൻഡ് അടുത്തത് ആയുർവേദയാണ് നമ്മൾ നോക്കുന്നത്. ആയുർവേദയുടെ ഇത്തവണത്തെ കട്ട് ഓഫ് നോക്കാം. 10,169 വരെ ആയുർവേദ സീറ്റ്, ഗവൺമെന്റ് ആയുർവേദ സീറ്റ് ലഭിച്ചിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ. ആൻഡ് ആദ്യ ഈഴവയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 11,932. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന പ്രൊവിഷണൽ അലോട്ട്മെന്റ് പ്രകാരം ആദ്യ അലോട്ട്മെന്റിൽ 11,932 വരെ ഗവൺമെന്റ് ആയുർവേദ സീറ്റ് ഈഴവയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 11,673 മുസ്ലിം കാറ്റഗറിയുടെ കട്ട് ഓഫ് ഈ വർഷം വന്നിരിക്കുന്നത്. LAയുടെ ഈ വർഷത്തെ ആദ്യ അലോട്ട്മെന്റിന്റെ കട്ട് ഓഫ് 15,916. DVയുടെ കട്ട് ഓഫ് 16,481. VKയുടെ കട്ട് ഓഫ് 11,777. BH ബാക്ക്വേർഡ് ഹിന്ദു 12,142 വരെ ആദ്യ അലോട്ട്മെന്റ് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഇപ്പോൾ 13,725 വരെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. KN 29,217 വരെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. KU 28,109 വരെ 150 വരെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു. SC 21,267 വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി. ST 31,628 റാങ്കിന് വരെ ഗവൺമെന്റ് ആയുർവേദ സീറ്റ് ലഭിച്ചു. അത് ആയുർവേദ കോളേജ് പരിയാരത്താണ് ലഭിച്ചിരിക്കുന്നത്. ST കാറ്റഗറിയും 31,628 ആയുർവേദ കോളേജ് പരിയാരമാണ്. EW 18,529 വരെ കിട്ടി.
18,529 ആയുർവേദ കോളേജ് ഒല്ലൂറാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ട്രിവാൻഡ്രത്തെ നമ്മൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ആയുർവേദ കോളേജ് ട്രിവാൻഡ്രത്ത് ഓപ്പൺ കാറ്റഗറിയുടെ കട്ട് ഓഫ് 8,121. അതേപോലെ കോട്ടയ്ക്കൽ ഉണ്ടല്ലോ, കോട്ടയ്ക്കൽ 8,662 വരെയാണ് കോട്ടയ്ക്കൽ ഓപ്പൺ കാറ്റഗറിയിൽ ആയുർവേദ സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ, നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടിയ റാങ്കിന് വരെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഓപ്പൺ കാറ്റഗറി കഴിഞ്ഞ വർഷം 12,223 തന്നെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു. പക്ഷെ ഇത്തവണ 10,169 ലഭിച്ചുള്ളൂ. നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു 1,000-2,000 റാങ്കിന്റെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. യെസ്, അപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യ അലോട്ട്മെന്റിൽ 12,000 അഡ്മിഷൻ ലഭിച്ചെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ 12,726 അഡ്മിഷൻ ലഭിച്ചത്. അതായത് ഒരു 700 റാങ്ക് കൂടി +700 സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചു. ഇതൊരു കോൺസ്റ്റന്റ് ഒന്നും അല്ല. ഈ വർഷവും 700 തന്നെ കിട്ടണം എന്നൊന്നുമില്ല. അത് ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ അവസരം കിട്ടിയ കുട്ടിയുടെ ഡിസിഷൻ അനുസരിച്ചായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിലെ നമ്മുടെ സാധ്യത കിടക്കുന്നത്. യെസ്, കഴിഞ്ഞ വർഷം 14,151 ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചത്. ആൻഡ് 16,224 രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചത്. അപ്പോൾ 4,000 to 6,000 എന്ന് പറയുമ്പോൾ 2,000 റാങ്ക് മുന്നിലേക്ക് കിട്ടി. ഓക്കെ, ആൻഡ് മുസ്ലിം കാറ്റഗറിയിൽ ആദ്യ അലോട്ട്മെന്റ് 13,733 ലഭിച്ചപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് 14,663, അതായത് ഒരു 1000 റാങ്ക് കൂടുതലുള്ള കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്നും സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കിട്ടി. 16,502 LA കാറ്റഗറിയിൽ കഴിഞ്ഞ 2024 ഇത് 2024 ആണ് അതിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ്. യെസ്, 2024 LA കാറ്റഗറിയിൽ 16,502 ലഭിച്ചപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് 18,000. അപ്പോൾ ഒരു +2,000 റാങ്കിന് കൂടി ഗവൺമെന്റ് ആയുർവേദ സീറ്റ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടി. അതേപോലെ BH നോക്കുകയാണെങ്കിൽ 14,946, സെക്കൻഡിൽ 15,576, ഏകദേശം ഒരു 800 to 900 റേഞ്ചിന് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഏകദേശം എല്ലാ കാറ്റഗറിയുടെയും ക്ലോസിംഗ് റാങ്ക് വരുന്നത്. KUനാണെങ്കിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏകദേശം അതേ റാങ്കിന് തന്നെ, ഒരു റാങ്ക് പോലും വ്യത്യാസമില്ല, അതേ റാങ്കിന് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ചത്. അപ്പോൾ സാധ്യതകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കിടക്കും. ചിലപ്പോൾ ഒരു 200-300 റാങ്ക് ഒക്കെ മുന്നോട്ട് പോകും. ചിലപ്പോൾ ചില കാറ്റഗറിക്ക് 1000 റാങ്ക് ഒക്കെ മുന്നോട്ട് പോവാം, ചിലതിന് 2000 ഒക്കെ മുന്നോട്ട് പോവാം. യെസ്, അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഓരോ കാറ്റഗറിയുടെയും ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനോടടുപ്പിച്ച റാങ്കുകാർക്ക് സെക്കൻഡിലും തേർഡിലും ഒക്കെ ആയിട്ട് അവസരങ്ങൾ കിട്ടും. യെസ്, ഇനി നമുക്ക് BAMSന്റെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ വെറുതെ ഒന്ന് നോക്കാം. സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഇത്തവണത്തെ ക്ലോസിംഗ് റാങ്ക് ആയുർവേദ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഓപ്പൺ കാറ്റഗറിയിൽ 34,943 വരെ ഈ വർഷം ആദ്യ പ്രൊവിഷണൽ അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്, ഇത് തന്നെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ്. അപ്പൊ അഡ്മിഷൻ ലഭിച്ചു എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാം. ഇഴവ കാറ്റഗറി 40,757 വരെയാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അതായത് ഇഴവ കാറ്റഗറിയിൽ 40,000 റാങ്കിനാണ് ഒരു സെൽഫ് ഫിനാൻസിങ് ആയുർവേദ സീറ്റ് ലഭിച്ചത്. യെസ്, മുസ്ലിം കാറ്റഗറി 41,676, LA 41,644, DV 30,077, VK 39,967, BH 36,061, BX 39,966, KN 43,875, SC 35,467, ST 44,782, EW 43,702. യെസ്, ഇനി നമുക്ക് നോക്കാനുള്ളത് വെറ്റിനറി ഉണ്ട്, അതേപോലെ സിദ്ധയും യുനാനിയും ഉണ്ട്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത്, കിട്ടാത്ത ആളുകൾ, കുറേ ആളുകൾ ഭയങ്കര വറീഡ് ആയിരിക്കും. ചില 1-2 റാങ്കിൻ്റെ വ്യത്യാസത്തിൽ ക്ലോസിംഗ് റാങ്ക് എത്താൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടാവും. നിങ്ങൾ ഒരുപാട് വിഷമിക്കരുത്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തു. യെസ്, നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയും കിട്ടിയില്ല, മൊത്തം തീർന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയും അലോട്ട്മെന്റുകൾ വരാനുണ്ട്, സെക്കൻഡും തേർഡും ഒക്കെ വരാനുണ്ടല്ലേ, ഓൾ ഇന്ത്യ ഒക്കെ വരാനുണ്ട്. ബട്ട് ഒന്നിലും ഓവർ പ്രതീക്ഷയും കൊടുക്കരുത്, ഓവർ എക്സ്പെക്റ്റേഷനും കൊടുക്കരുത്, ഓവറായിട്ട് നിരാശപ്പെടാനും പാടില്ല. കാരണം ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു വർഷം നഷ്ടമാകുമായിരിക്കും, നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളുടെ ഡ്രീം എന്താണെന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഡോക്ടർ ആവണം, നിങ്ങൾക്ക് MBBS ആണോ വേണ്ടത്? യെസ്, ഒരു വർഷം പോയിക്കോട്ടെ, ലൈഫ് മൊത്തം ബാക്കി കിടക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സും തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആയുർവേദ ഡോക്ടർ ആവണോ? നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ വേണോ? ഇത്തവണ കിട്ടിയില്ല, അല്ലെ സെക്കൻഡിലും തേർഡിലും സ്കോപ്പ് ഇല്ല, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. 1-2 വർഷം ചിലപ്പോൾ നഷ്ടമാവായിരിക്കും. ബട്ട്
ദ എൻറ്റയർ ലൈഫ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കരിയർ, നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജ്, നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റ് നേടിയെടുക്കാൻ 1 വർഷമോ 2 വർഷമോ നമ്മുടെ വിലപ്പെട്ട കുറച്ച് സമയം കളയുന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് മാത്രം മതി. നമുക്കത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. എത്ര ടഫ് ആണെങ്കിലും പേപ്പറെങ്കിലും നിങ്ങൾക്കത് ഉറപ്പായും നേടിയെടുക്കാൻ സാധിക്കും. യെസ്, അപ്പം നമുക്ക് വെറ്റിനറി നോക്കാം. 3760 വരെ ആദ്യ അലോട്ട്മെന്റ് കിട്ടി. 4719 ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ക്ലോസിംഗ് റാങ്ക് മാത്രം ഞാൻ പറയുന്നത്, പെട്ടെന്ന് നോട്ട് ചെയ്തോ. ഓപ്പൺ കാറ്റഗറി 3760, ഈഴവ 4719, മുസ്ലിം 4500, LA 7347, DV 10328, VK 5176, BH 7764, BX 6444, KN 16818, KU 26025, SC 18043, ST 29490, EW 5347. ഇതാണ് വെറ്റിനറിയുടെ ആദ്യ അലോട്ട്മെന്റിന്റെ ക്ലോസിംഗ് റാങ്ക്. 2025 ഈ വർഷത്തെ ആദ്യ പ്രൊവിഷണൽ അലോട്ട്മെന്റിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് ഇതാണ്. ഓക്കെ, വെറ്റിനറിയുടെ കാര്യമാണ്. ഇനി 2 എണ്ണം കൂടെ ജസ്റ്റ് നോക്കാം, BUMS-ഉം BSMS-ഉം. ആദ്യം BUMS ആണ്, യുനാനി ആണ്. സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഓപ്പൺ കാറ്റഗറി 39,539. ബാക്കി എല്ലാ കാറ്റഗറിയുടെ നോക്കിയാലും 40,000 മുതൽ 43,000, 44,000 ഒക്കെയാണ് ക്ലോസിംഗ് റാങ്ക്. അപ്പോൾ 44,000 റാങ്കിന് വരെ എന്ത് കിട്ടിയിട്ടുണ്ട്? യുനാനി കിട്ടിയിട്ടുണ്ട്. യെസ്, ഇനി സിദ്ധ നോക്കാം. BSMS കോഴ്സ് ആർക്കൊക്കെ കിട്ടി നോക്കാം. ഓപ്പൺ കാറ്റഗറി 38,952, ഈഴവ 41,680, മുസ്ലിം 43,590, DV 39,993, ബാക്ക്വേർഡ് ഹിന്ദു 39,369, SC 40,656, ST 40,683. സോ 40,000 എബവ് വരെ ഇവിടെ വളരെ സേഫ് ആണ്. ഈ ഒരു കോഴ്സുകൾ കിട്ടിയിട്ടുണ്ട്. വളരെ ചൂസ് ചെയ്ത് മാത്രം നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. കാരണം 1 വർഷം പോകും അല്ലെങ്കിൽ 2 വർഷം പോകും എന്നുള്ള ഒരു ഇതിൽ നിങ്ങളുടെ എൻറ്റയർ ലൈഫ് നിങ്ങളൊരു നഷ്ടത്തിലേക്ക് കൊണ്ടുപോകരുത്. ഒന്നും നഷ്ടമാണെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. പക്ഷേ അയ്യോ എനിക്ക് ഇതല്ലേ കിട്ടിയുള്ളൂ, ഇനി റിപ്പീറ്റ് ചെയ്ത് എൻ്റെ 1 വർഷം കളയണോ എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഇഷ്ടമുള്ള കോഴ്സ്, നിങ്ങൾക്ക് സിദ്ധ ഇഷ്ടമാണോ ജോയിൻ ചെയ്തോളൂ. യുനാനി ഇഷ്ടമാണോ, ആയുർവേദം ഇഷ്ടമാണോ, ഹോമിയോ ഇഷ്ടമാണോ, വെറ്റിനറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് MBBS-നും BDS-നും വേണ്ടി അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യണോ, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ 1 വർഷം നഷ്ടപ്പെടും എന്നുള്ള റീസണിൽ ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് ചൂസ് ചെയ്യരുത്. എല്ലാത്തിനെയും പോസിബിലിറ്റീസ് നന്നായിട്ട് പരിശോധിക്കുക. ഏതെങ്കിലും ഒരു സീറ്റ് മതി, എനിക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറായാൽ മതി എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ഒരു പ്രൊഫഷൻ അല്ല ഡോക്ടർ എന്നുള്ളത്. അതൊരു വലിയ സർവീസ് ആണ്. അത് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക. യെസ്, അപ്പോൾ കിട്ടിയവരും കിട്ടാത്തവരും ഒന്നും വിഷമിക്കരുത്. വളരെ ചൂസി ആയിട്ട് തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുക. കിട്ടാത്തവരുടെ മുന്നിൽ ഇനിയും നീറ്റ് എക്സാം കിടക്കുന്നുണ്ടല്ലേ. ഇനി നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള കോഴ്സാണ് കിട്ടിയതെങ്കിൽ വളരെ അടിപൊളിയായിട്ട് പഠിച്ച് ഏറ്റവും മികച്ച ഒരു ഡോക്ടറായിട്ട് പുറത്തിറങ്ങുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഒരുപാട് ഡൗട്ടുകൾ വരുന്നതുകൊണ്ടാണ് എല്ലാത്തിനും ഇൻഡിവിജ്വൽ ആയിട്ട് റിപ്ലൈ ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷേ കമൻസ് ഒക്കെ വായിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ കിട്ടാത്ത മക്കൾ ഒരിക്കലും വിഷമിക്കേണ്ട. വളരെ ടെൻഷൻ അടിച്ചായിരിക്കും ഓരോരുത്തരും ഇരിക്കുന്നതെന്ന് അറിയാം, കാരണം ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. ബട്ട് വിഷമിക്കരുത്, നമ്മുടെ മുന്നിൽ ഇനിയും അവസരങ്ങളുണ്ട്. അവസരങ്ങൾ അവസാനിക്കുന്നില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.